രാധാറാണി സ്നേഹത്തോടെ ഉണ്ടാക്കിയ പായസം അവൾക്ക് തന്നെ മാരകമായ വിഷമായി മാറി. ആ ദാരുണ സംഭവത്തിന് സാക്ഷിയാകാൻ കൈലാസനാഥനും എത്തി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും പ്രണയകഥയിലെ അധികം ആരും അറിയാത്ത ആ വിസ്മയ നിമിഷങ്ങൾ. ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും പ്രണയസാന്ദ്രമായ ഒരു മനോഹരമായ ദിനമായിരുന്നു അത്. ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കാനായി രാധാറാണി അന്ന് സവിശേഷമായ ഒരു പാൽപായസം തയ്യാറാക്കാൻ തീരുമാനിച്ചു. അതീവ ശ്രദ്ധയോടെ പശുവിൻ പാലും പഞ്ചസാരയും എല്ലാം ചേർത്ത് അവൾ പായസം ഉണ്ടാക്കിയെടുത്തു. ആ പായസത്തിന്റെ ഓരോ തുള്ളിയിലും രാധാറാണിയുടെ നിസ്വാർത്ഥമായ സ്നേഹം അലിഞ്ഞു ചേർന്നിരുന്നു. എന്നാൽ രാധാറാണിയോടുള്ള അസൂയ മൂലം ലക്ഷ്മണയുടെ മനസ്സിൽ കറുത്ത ചിന്തകൾ ഉദിച്ചു. ആരും കാണാതെ അവൾ ആ പായസത്തിൽ മാരകമായ വിഷം കലർത്തി. സർവജ്ഞാനിയായ ധന്വന്ത്രി ഭഗവാൻ ഇത് മുൻകൂട്ടി അറിഞ്ഞു. വിഷം കലർന്ന പായസം കഴിച്ച് ആർക്കും അപകടം സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. വിളമ്പുന്ന സമയത്ത് രാധാറാണി ഉണ്ടാക്കിയ പായസത്തിന് പകരം തന്റെ ദിവ്യമായ പായസം എല്ലാവർക്കും നൽകാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്തു. സദ്യ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ വിളമ്പാൻ വെച്ചിരുന്ന തന്റെ പാൽപായസം മാത്രം ആരും തൊടാതെ ഇരിക്കുന്നത് കണ്ട് രാധയുടെ ഉള്ളൊന്നു പിടഞ്ഞു. കണ്ണന്റെ ഇഷ്ടവിഭവങ്ങൾ ഓരോന്നും നോക്കി നോക്കി ഉണ്ടാക്കുമ്പോൾ അവൾ അനുഭവിച്ച സന്തോഷമെല്ലാം ആ നിമിഷം കണ്ണീരായി മാറി. ഞാൻ തയ്യാറാക്കിയതിൽ എന്തെങ്കിലും കുറവുണ്ടായോ? എന്റെ സ്നേഹത്തിന് അത്രമേൽ ആഴമില്ലായിരുന്നോ എന്നോർത്ത് ആ പാവം വിങ്ങിപ്പൊട്ടി. ആരും കാണാതിരിക്കാൻ മുഖം മറച്ച് വിറയ്ക്കുന്ന കൈകളോടെ ആ പാൽപായസവുമായി അവൾ തന്റെ അന്തപുരത്തിലേക്ക് ഓടിമറഞ്ഞു. മുറിയിലെത്തിയ രാധാറാണി പൊട്ടിക്കരഞ്ഞു. തന്റെ പ്രാണനാഥനായ ശ്രീകൃഷ്ണന് വേണ്ടിയുള്ള തന്റെ സമർപ്പണം നിരസിക്കപ്പെട്ടുവെന്ന് തോന്നൽ അവളെ തളർത്തി. ഒടുവിൽ ആ പായസം സ്വയം കഴിക്കാൻ അവൾ തീരുമാനിച്ചു. ആദ്യത്തെ തുള്ളി പായസം കഴിച്ചപ്പോഴേക്കും വിഷം ശരീരത്തിൽ ബാധിക്കുകയും രാധാറാണി അബോധാവസ്ഥയിൽ നിലത്ത് വീഴുകയും ചെയ്തു. രാധാറാണിയെ കാണാതായപ്പോൾ ധന്വന്ത്രി ഭഗവാൻ അവളുടെ മുറിയിലേക്ക് ഓടിയെത്തി. ശരീരം മുഴുവൻ നീല നിറമായി നിലത്ത് കിടക്കുന്ന രാധയെ കണ്ട് അദ്ദേഹം സ്തംഭിച്ചു പോയി. വിവരമറിഞ്ഞ് ശ്രീകൃഷ്ണൻ അവിടേക്ക് ഓടിയെത്തി. തന്റെ പ്രാണപ്രിയയുടെ അവസ്ഥ കണ്ട് ഭഗവാന്റെ ഉള്ളുരുകി. ആ നിമിഷം കൈലാസത്തിൽ ധ്യാനത്തിലിരുന്ന മഹാദേവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. തന്റെ ശ്രീകൃഷ്ണന് ഇത്രയും വലിയ സങ്കടം വന്നതിൽ മഹാദേവന് കൈലാസത്തിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മഹാദേവൻ മറ്റൊന്നും ചിന്തിക്കാതെ കൈലാസത്തിൽ നിന്നും അപ്രത്യക്ഷനായി. അടുത്ത ക്ഷണം മഹാദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിലാപവും രാധാറാണിയുടെ നീലിച്ച ശരീരവും കണ്ട് മഹാദേവന്റെ നേത്രങ്ങൾ ഈറനണിഞ്ഞു. അദ്ദേഹം പതുക്കെ രാധാറാണിയുടെ അരികിലേക്ക് നടന്നു. അദ്ദേഹം തന്റെ ദിവ്യമായ കൈകൾ രാധാറാണിയുടെ ശിരസിന് മുകളിൽ വെച്ചു. ശ്വാസം പോലും ഇല്ലാതെ കിടന്നിരുന്ന രാധാറാണിയുടെ ഉള്ളിലെ വിഷം അവിടുത്തെ ദിവ്യ ശക്തിയാൽ പുറത്തേക്ക് വരാൻ തുടങ്ങി. കറുത്ത പുക പോലെ ആ വിഷം രാധാറാണിയുടെ ശരീരത്തിൽ നിന്ന് ഉയർന്ന് മഹാദേവന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. പണ്ട് സമുദ്രമന്ഥന സമയത്ത് ലോകത്തെ രക്ഷിക്കാൻ കാളകൂട വിഷം പാനം ചെയ്ത് തന്റെ കണ്ഠത്തിൽ ഒളിപ്പിച്ച നീലകണ്ഠൻ ഇന്ന് തന്റെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണന്റെ പ്രാണപ്രിയയെ രക്ഷിക്കാൻ ആ വിഷവും പുഞ്ചിരിയോടെ സ്വീകരിച്ചു. വിഷം ശരീരത്തിൽ നിന്ന് നീങ്ങിയതോടെ രാധാറാണിയുടെ ശരീരം പഴയതുപോലെ തേജസ്സുറ്റതായി മാറി. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് തന്റെ മുൻപിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാദേവനെയും കണ്ണുകൾ നിറഞ്ഞ് തന്റെ അരികിൽ നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെയുമാണ്. സ്നേഹം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ കാവലായി എത്തുമെന്ന വലിയ സത്യം ആ മണ്ണിൽ വീണ്ടും തെളിയിക്കപ്പെട്ടു. രാധാറാണിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.